എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്ന ജിയോ ഫിനാൻസിന്റെ Q1 റിസൾട്ട് ആണ്. എമൗണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കോടിയിലാണ്. അപ്പം കമ്പനിയുടെ ടോട്ടൽ റവന്യൂ, ഈ ക്വാർട്ടറിലെ ടോട്ടൽ റവന്യൂ നോക്കുവാണെങ്കിൽ, അതായത് 2026 ജൂൺ 30 ക്വാർട്ടറിലെ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 2004 കോടിയാണ്. അതിൽ 961 കോടിയും ഇൻകം ഫ്രം ഇൻട്രസ്റ്റിൽ നിന്നാണ്. അതുപോലെ 508 കോടി എന്ന് പറഞ്ഞ ഡിവിഡൻഡിൽ നിന്നാണ്. അതുപോലെ അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടർ, അതായത് 2026 മാർച്ച് 31 എൻഡായ ക്വാർട്ടറിലെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 1018 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 96% റവന്യൂ ഈ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 2025 ജൂൺ 30 എൻഡായ ക്വാർട്ടറിലെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 612 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 227% കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഇരട്ടിയായിട്ട് ഈ വർഷം റവന്യൂ കൂടിയതായിട്ട് നമുക്ക് കാണാം. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 2004 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1019 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 96% ഈ ക്വാർട്ടറിൽ ടോട്ടൽ ഇൻകം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് 2025 ജൂൺ 30 എൻഡായ ക്വാർട്ടറിലെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 619 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 223%, അതായത് ഇരട്ടി പെർസെന്റേജ് ആയിട്ട് 223% ആയിട്ട് ഈ ഇയറിൽ ടോട്ടൽ ഇൻകം കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 1015 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിൽ 719 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഒരു 41% എക്സ്പെൻസ് ഈ ക്വാർട്ടറിൽ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ 30 എൻഡായ ക്വാർട്ടറിലെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 260 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 290% എക്സ്പെൻസ് ഈ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, എല്ലാ എക്സ്പെൻസും കട്ട് ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 969 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 338 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 186% PBT, അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഈ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 418 കോടിയായിരുന്നു പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വരുന്നത്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 131% PBT ഈ ഇയറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് കണ്ടു നോക്കാം. ഈ ക്വാർട്ടറിലെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 830 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 272 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 186% പ്രോഫിറ്റ് ഈ ക്വാർട്ടറിൽ കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഈ ക്വാർട്ടറിൽ 324 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 131% പ്രോഫിറ്റ് ഈ ക്വാർട്ടറിൽ കൂടിയതായിട്ട്, ഈ വർഷം കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കമ്പനിയുടെ EPS കണ്ടു നോക്കാം. EPS എന്ന് പറഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ, അതായത് കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡ് ചെയ്ത ആൾക്ക് ലഭിച്ച പ്രോഫിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വാർട്ടറിൽ കമ്പനിയുടെ EPS എന്ന് പറയുന്നത് 1.27 രൂപയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 0.43 രൂപയാണ്. ഓക്കെ, നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 195% EPS കൂടിയതായിട്ട് കാണാൻ സാധിക്കും. ഏണിംഗ് പെർ ഷെയർ ക്വാർട്ടർ ടു ക്വാർട്ടർ 195% കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 0.47 പൈസയായിരുന്നു. അത് നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 170% EPS ഇയർ ടു ഇയർ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഓവറോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ജിയോ ഫിനാൻസിന്റെ Q1 റിസൾട്ട് ഓവറോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും കമ്പനിയുടെ ഇൻകത്തിലും അതുപോലെ തന്നെ പ്രോഫിറ്റിലും EPS-ലും നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.